ഓം ശ്രീ ഗണേശായ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതമാണ് ഇന്ന് കുചേല വൃത്താന്തം. അപ്പം നമ്മൾ കുചേല ചരിതം, കുചേല ഐശ്വര്യങ്ങൾ ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണുള്ളത്. അത് 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങൾ. അതിൽ 10ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ മൊത്തം ചരിതമാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് ദേവകി വസുദേവരുടെ വിവാഹം തൊട്ടുള്ള കാര്യങ്ങളാണ്. അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന അങ്ങനെയുള്ള എല്ലാം വരുന്നത് ദശമസ്കന്ധത്തിൽ. 90 അധ്യായങ്ങളാണ്. അതിലെ 80ഉം 81ഉം അധ്യായങ്ങളാണ് കുചേല ചരിതവും കുചേലന് ഐശ്വര്യങ്ങൾ കിട്ടുന്ന, കുചേലനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആ 2 അധ്യായങ്ങൾ. അപ്പം 7 ദിവസം 7ാം നാള് മരണപ്പെടുമെന്നാണല്ലോ പരീക്ഷത്തിന് തക്ഷകന്റെ കടിയേറ്റ് 7ാം നാള് മരണപ്പെടുമെന്നാണല്ലോ ശാപം കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഗംഗാതടത്തിൽ ശ്രീശുക ബ്രഹ്മർഷിയാണല്ലോ ഭാഗവത ചരിതങ്ങള് പരീക്ഷത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നത്, ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് 6ാമത്തെ ദിവസം അവസാനിക്കാറാവുക. ദശമസ്കന്ധത്തോടു കൂടിയാണ് 6ാമത്തെ ദിവസം തീരുന്നത്. 7ാമത്തെ ദിവസമാണ് 11ഉം 12ഉം സ്കന്ധങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് 80ഉം 81ാമത്തെ അധ്യായങ്ങളാണ് കുചേല ചരിതം. അപ്പൊ പരീക്ഷത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുവാണ്, അത്യദ്ഭുത പരാക്രമിയായ കൃഷ്ണന്റെ വീരചരിതങ്ങൾ എത്ര കേട്ടാലും മതി വരുന്നില്ല. അപ്പം അതുകൊണ്ട് തുച്ഛമായ വിഷയസുഖങ്ങളിൽ മുഴുകി ജനങ്ങൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ ഇനിയും കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. അപ്പം പരീക്ഷത്ത് പറയുവാണ്, ഒരാള് ഭഗവാന്റെ ദിവ്യ ചരിതം എത്ര ശ്രവിച്ചാലും, എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അവയവങ്ങളുടെയാണ് പറയുന്നത്, എത്ര ശ്രവിച്ചാലും മതി വരില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ കീർത്തിയെ വാഴ്ത്തുന്ന നാക്ക്, അതുപോലെ തന്നെ പാദപൂജ ചെയ്യുന്ന കൈകള്, അതുപോലെ തന്നെ ഭഗവാന്റെ ചരിതത്തെ ശ്രവിക്കുന്ന കാതുകള്, ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്ന ഹൃദയം, അതുപോലെ തന്നെ നമ്മൾ ശിരസ്സും കൊണ്ട് നമിക്കുന്ന അല്ലെ, അപ്പൊ ആ നമിക്കുന്ന ശിരസ്, അതുപോലെ തന്നെ വിശ്വാത്മക രൂപത്തെ ദർശിക്കുന്ന നേത്രങ്ങള് അല്ലെ, അതുപോലെ തന്നെ ഭഗവാന്റെയും ഭക്തന്മാരുടെയും പാദതീർത്ഥത്തെ ധരിക്കുന്ന ഈ ശരീരവും എത്ര കൃതാർത്ഥമാണ് എന്നാണ് ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇനിയും കഥകൾ പറഞ്ഞു തരണം ഭഗവാന്റെ ചരിതങ്ങളെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി പറയുവാണ്, ഭഗവാൻ കൃഷ്ണന് ഈ പറഞ്ഞോട്ട് ഒരു സതീർത്ഥ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണ സുധാമാവ് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ശരിക്കും കുചേലൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, കുചേലനല്ല. അത് കുചേലൻ എന്ന് വെച്ചാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടാണ് കുചേലൻ എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഭാര്യയുടെ പേര് കുക്ഷാമ എന്ന. കുക്ഷാമ എന്ന് വെച്ചാൽ ഇങ്ങനെ പട്ടിണി കാരണം വയറൊക്കെ ഒട്ടി ശരീരമൊക്കെ മെലിഞ്ഞ്, അതുകൊണ്ട് ഈ വിശേഷണങ്ങളും കൊണ്ടാണ് അവരെ കുചേലനെന്നും കുക്ഷാമ എന്ന് പറയുന്നത്. ശരിക്കുള്ള പേര് സുധാമാവെന്നാണ്. അവർ ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ സുധാമാവെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ സുധാമാവ് ഒരു ബ്രാഹ്മണനായിരുന്നു. ഓക്കെ. അപ്പം ശ്രീശുക ബ്രഹ്മർഷി പറയുവാണ് പരീക്ഷത്തിനോട്, അപ്പം അതുപോലെ അദ്ദേഹം ഭയങ്കര ശാന്തനായിരുന്നു. അന്നേ ആ ഒരു ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ തന്നെ വളരെ ശാന്തനായിരുന്നു. അതുപോലെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനായിരുന്നു. എന്നുവെച്ചാൽ കാണുന്നതിലൊന്നും ഭ്രമിച്ചു പോകാറില്ല. കഴിക്കുന്നതിലായാലും കേൾക്കുന്നതിലായാലും അതിനെയാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ അറിയാമല്ലോ, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ഇതെല്ലാമാണ് നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. അതിലെല്ലാം ഭയങ്കര ഇതുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ ശാന്തനായിരുന്നു. അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളവനായിരുന്നു. സൽഗുണ സമ്പന്നനായിരുന്നു. അതുപോലെ തന്നെ എന്താണോ കിട്ടുന്നത് അതിൽ സന്തുഷ്ടനായി ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സുധാമാവ് യൗവനമായപ്പോൾ
ഒരു ബ്രാഹ്മണ കന്യകയെ വിവാഹം ചെയ്തു. കുക്ഷാമ എന്നാണ് പറഞ്ഞിരിക്കുന്ന വിശേഷണം. ഈ പറഞ്ഞോട്ട് വളരെ ദാരിദ്ര്യം കൊണ്ട് വിശപ്പ് എല്ലാം സഹിച്ച് ആഹാരമൊന്നും കിട്ടാതെ വളരെ മെലിഞ്ഞ ശരീരമായോണ്ടാണ് കുക്ഷാമ എന്ന പേര് പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പൊ കുചേലപത്നിയുടെ വിശേഷണമാണിത്, അല്ലാതെ പേരിവിടെ പരാമർശിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ദാരിദ്ര്യം മൂലമാണല്ലോ ഇങ്ങനെല്ലാം വിളറി വെളുത്ത് ആ ഒരു ശരീരത്തോട് കൂടിയതായത്. അപ്പൊ അങ്ങനെ ആ കുചേലപത്നി ഒരു ദിവസം പതിയോട് പറയും, ഹേ ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ എന്നും പറഞ്ഞാണ് പറയുന്നത്. ആ ശ്ലോകങ്ങൾ തന്നെ അങ്ങനാണ്. ഹേ ബ്രഹ്മൻ, ശ്രീപതിയായ കൃഷ്ണൻ ബ്രാഹ്മണപ്രിയനും സജ്ജനങ്ങളുടെ രക്ഷകനുമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും പോയി കാണുവാണെങ്കിൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. ആദ്യം ഹേ ബ്രഹ്മൻ എന്നും പറഞ്ഞ സോപ്പിടുവാണല്ലോ പൊതുവെ, അതുപോലെ തന്നെ ഭർത്താവിനെയാണ് വിളിക്കുന്നത് ഹേ ബ്രഹ്മൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണനാണല്ലോ. ഹേ ബ്രഹ്മൻ, ശ്രീപതിയായ ഭഗവാൻ എന്നൊന്നും പറയുന്നില്ല. ശ്രീ എന്ന് വെച്ചാൽ തന്നെ ഐശ്വര്യം, ഐശ്വര്യത്തിന്റെ പതിയായ കൃഷ്ണൻ ബ്രാഹ്മണപ്രിയനാണ്. അത് മാത്രമല്ല സജ്ജനങ്ങളുടെ രക്ഷകനുമാണ്. അപ്പൊ നമ്മള് എന്താഗ്രഹിച്ചാലും ഭഗവാൻ നമ്മളെ കൈവിടല്ല. അപ്പം അതാണ് കുചേലപത്നി പറയുന്നത്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹം അങ്ങയുടെ സതീർത്ഥ്യൻ കൂടിയാണല്ലോ. അപ്പൊ പിന്നെ വിഷമോ ഇല്ലല്ലോ. അങ്ങ് ഭഗവാൻ കൃഷ്ണനെ പോയി ഒന്ന് കാണുവാണെങ്കിൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. അതുമാത്രമല്ല, വേറെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അങ്ങ് വൃന്ദാവനത്തിലും മധുരയിലും പോകണ്ട. നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ. ആ പോർബന്ദറിലാണ് ഈ സുദാമാവും ജീവിക്കുന്നത്. അപ്പൊ അവിടുന്ന് ദ്വാരക അടുത്താണ്. ഭഗവാൻ ഇപ്പം ദ്വാരകയിലാണല്ലോ ഉള്ളത്. അപ്പൊ അവിടോട്ട് പോയാൽ മതിയല്ലോ. അപ്പം ഭഗവാന് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് അങ്ങ് പോയി ഒന്ന് ഭഗവാനെ കാണണമെന്നാണ് ഈ അഭ്യർത്ഥിക്കുന്നത് കുചേലപത്നി. അപ്പം ഇത് കേൾക്കുമ്പം കുചേലൻ ഒരു വിഷമം തരും. ഞാനാ വെറുതെ ഒരു ഇച്ഛ കൊണ്ടാണല്ലോ പോകുന്നത്. ധനേച്ഛ കൊണ്ട് പോയി എൻ്റെ സുഹൃത്തിനെ കാണുവാന്ന് വെച്ചാൽ അതൊരിക്കലും ശരിയല്ലല്ലോ. ആ ഒരു വിഷമമാണ് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഒന്നും കൊണ്ടുപോകാൻ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകണ്ടേ. നമ്മുടെ ശാസ്ത്രം പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, കുട്ടികളുള്ള വീടുകളിൽ, അതുപോലെ രാജാവിനെ കാണാൻ പോകുമ്പം, അതുപോലെ തന്നെ സ്വാമിയെ കാണാൻ പോകുമ്പോൾ എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി അല്ലെ പൂജകളൊക്കെ നടക്കുന്നിടത്ത് പോകുമ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ വെറും കൈയ്യെ പോകാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് അതുപോലെ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോഴും, ഇതിപ്പം കൃഷ്ണൻ കൂട്ടുകാരനാണല്ലോ. അപ്പൊ കൂട്ടുകാരനെ കാണാൻ വെറും കൈയായിട്ട് പോകാനും പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ അപ്പം പത്നി പറയും, ഞാൻ കുറച്ച് അവല് ശേഖരിച്ചുകൊണ്ട് വരാം, അടുത്തുള്ള വീടുകളിൽ പോയി, എന്നിട്ട് അങ്ങ് അതുമായിട്ട് കൃഷ്ണനെ കാണാൻ പോകണമെന്ന് പറയും. അങ്ങനെ ഈ കുചേലപത്നി അടുത്തുള്ള ഗ്രഹങ്ങളിൽ പോയി കുറച്ച് അവല് ശേഖരിച്ചുകൊണ്ട് വന്ന് ഒരു സൈലന്റ് ലെറ്റർ കുചേലപത്നി കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ മുഷിഞ്ഞ തുണിയിലാണ് ഈ അവല് പൊതിഞ്ഞു കൊടുക്കുന്നത്. കുചേലപത്നിക്ക് അറിയാം, സുധാമാവ് ചോദിക്കത്തില്ല, ഭഗവാനോട് ഒന്നും അഭ്യർത്ഥിക്കത്തില്ല, വെറുതെ പോയിട്ട് വരുത്തതേ ഉള്ളു. അപ്പൊ ഈ മുഷിഞ്ഞ തുണി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ വീട്ടിൽ എന്തുമാത്രം ദാരിദ്ര്യമാണെന്ന്. അതിന്റെ വേക്കിലി അറിയിക്കേണ്ട വേക്കിലിയാണ്. അപ്പൊ എന്തെങ്കിലും കൊടുക്കുമല്ലോ സമ്മാനമായിട്ട്. അതിന്റെ വേക്കിലി കുചേലപത്നി ഒരു മുഷിഞ്ഞ തുണിക്കകത്താണ് ഈ അവല് പൊതിഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ട് കുചേലൻ ഇങ്ങനെ വഴിയോറും പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കുറ്റബോധമുണ്ട്, ഒരു ലജ്ജയുണ്ട്. ഞാൻ ധനത്തിന്റെ ഇച്ഛ കൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്, അത് ശരിയല്ല. പക്ഷെ എന്നാ മനസ്സിലൊരിതുകൊണ്ട് പത്നി പറഞ്ഞിട്ടാണല്ലോ എന്ന്. പക്ഷെ എന്ത് തന്നെ ആയാലും അത് ഓർത്ത് ശരിക്കും വിഷമിച്ച് നടന്ന് ദ്വാരകയിലെത്തും. ഭഗവാന് 16,008 ഭാര്യമാരാണല്ലോ. ഓരോ ഗ്രഹങ്ങളും കഴിഞ്ഞ് ഒരു ഗ്രഹത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഭഗവാൻ മഞ്ചത്തിലിരിപ്പുണ്ട്, ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. സുധാമാവിനെ കണ്ട മാത്രം തന്നെ അവിടുന്ന് ചാടി ഇറങ്ങി വന്ന് സുധാമാവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മുഷിഞ്ഞ വസ്ത്രവും മെലിഞ്ഞ ശരീരവും കണ്ടാൽ തന്നെ അറപ്പ് തോന്നും. അങ്ങനെയുള്ള കുചേലനെ ഭഗവാൻ വന്ന് വാരി അങ്ങ് എടുക്കും. ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷവും ഒക്കെ, കണ്ണുകളൊക്കെ അങ്ങ് നിറയും. എന്നുവെച്ചാൽ അവര് ഗുരുകുലത്തിൽ വെച്ച് പിരിഞ്ഞതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വിഷമിച്ച് ഇതാകുമ്പം എന്നിട്ട് കൊണ്ടുപോയി ആ മഞ്ചത്തിൽ കൊണ്ടിരുത്തുകയും
കാല് കഴുകി കൊടുക്കുകയും സുഗന്ധ വസ്തുക്കളൊക്കെ കൊണ്ട് പുരട്ടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ആ തീർത്ഥം കാല് കഴുകി ആ ജലം കൊണ്ട് എല്ലാവരുടെയും ശിരസിലും ഒക്കെ ദേഹത്തും എല്ലാം ഒഴിച്ച് പറയും, ഈ ദ്വാരക തന്നെ ഈ ദ്വാരക തന്നെ അങ്ങ് നല്ല ഉജ്ജ്വലമായിട്ടുണ്ട്, ആ തീർത്ഥം കൊണ്ട് പവിത്രമായെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുന്നത്, ഭഗവാന്റെ പത്നിയായ രുക്മിണി വെഞ്ചാമര കൊണ്ട് വീശി കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും സർവൈശ്വര്യയുക്തനായ ഭഗവാൻ കുചേലനെ ഇപ്രകാരം സേവിക്കുന്നത് കാണുമ്പോൾ അന്തപുര സ്ത്രീകൾ ചിന്തിച്ചു, ഓ ഹേ ഈ ശ്രീ നശിച്ചവനും കണ്ടാൽ തന്നെ അറപ്പ് തോന്നിക്കുന്നവനുമായ ഭിക്ഷക്കാരന് സമാനനുമായ ഇയാളെ ഭഗവാന്റെ സേവ നേടിയെടുക്കാൻ എന്തു പുണ്യമാവണാവോ ചെയ്തിരിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ പോലെ അല്ലേ ഭഗവാൻ പോയി ആലിംഗനം ചെയ്തതും കാല് കഴുകി കൊടുത്തതും എല്ലാം. അപ്പൊ അവർക്ക് തന്നെ അതിശയമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എന്നിട്ട് ഭഗവാൻ ചോദിക്കും, ബ്രാഹ്മണോത്തമ എന്ന് പറയുന്നത് വെച്ചാൽ ബ്രാഹ്മണനിൽ വെച്ച് ഉത്തമൻ. എന്താന്ന് വെച്ചാൽ ഗുരുകുലത്തിൽ വെച്ച് വളരെ ശാന്തനായിരുന്നു, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനായിരുന്നു, ഒന്നിനകത്തും ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണോത്തമൻ എന്ന് പറഞ്ഞത്. ബ്രാഹ്മണോത്തമ ഭഗവാൻ പറയുവാണ്, അങ്ങ് ഗുരുദക്ഷിണ നൽകി ഗുരുകുലത്തിൽ നിന്ന് പോയതിനു ശേഷം ഒരു ഉത്തമയായ കന്യകയെ പരിണയിച്ചെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അങ്ങ് വിരക്തനാണല്ലോ. വിരക്തെന്ന് വെച്ചാൽ അങ്ങനെ ഗ്രഹം, ഭാര്യ അങ്ങനൊന്നും താല്പര്യമില്ലാത്തവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുവാണ്. അതുപോലെ ജന്മം നൽകിയ പിതാവാണ് ആദ്യ ഗുരു. അത് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് തരുന്ന അറിവ്, ആരാണ് ഭഗവാൻ, ഭഗവാനിലേക്ക് വഴി തിരിച്ചു വിടുന്ന ഗുരുവാണ് നമ്മുടെ ദ്വിതീയ ഗുരു എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ചോദിക്കും, അങ്ങ് ഓർക്കുന്നുണ്ടോ നമ്മൾ പണ്ട് ഗുരുകുലത്തിൽ താമസിച്ചപ്പോൾ ഗുരുപത്നി നമ്മളെ ഈ പറഞ്ഞുകൊണ്ട് വിറക് കൊണ്ടുവരാനായിട്ട് നമ്മളോട് കൽപ്പിച്ചു. അപ്പൊ അന്ന് അനുഭവിച്ച ആ ദുഃഖങ്ങളൊക്കെ അങ്ങ് ഇപ്പൊ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ വനത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും കൊടുങ്കാറ്റും പേമാരിയും ഒരുമിച്ച് വന്നണഞ്ഞു അല്ലെ, നേരം സന്ധ്യ കഴിഞ്ഞ്. അപ്പം എല്ലായിടത്തും ഇരുണ്ട്, വെള്ളം നിറഞ്ഞതുമായിട്ടും ഭൂമിയും ഇതൊന്നും തിരിച്ച് നമുക്കറിയാൻ പറ്റുന്നില്ല. കാറ്റും മഴയും കൊണ്ട് നമ്മൾ വലഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? മാർഗം മനസ്സിലാകാതെ ആകെ പരിഭ്രമിച്ചു പോയി നമ്മൾ. ഓർക്കുന്നുണ്ടോ അങ്ങ്? എന്നിട്ട് അടുത്ത ദിവസം ഗുരുവായ സാന്ദീപനി മുനി നമ്മെ തിരക്കി വന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മെ കണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞില്ലേ, മക്കളെ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി സ്വദേഹത്തെ പോലും ഗൗനിക്കാതെ വലുതായ ദുഃഖത്തെ ഭുജിച്ചു അല്ലെ. അപ്പൊ ശരീരത്തെയും മനസ്സിനെയും ഗുരുവിന് സമർപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഗുരുദക്ഷിണ നമ്മളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗുരുവിന് ഗുരുദക്ഷിണ സമർപ്പിക്കുന്ന. അപ്പൊ ഗുരു പറയും, സാന്ദീപനി മുനി പറയും, ശരീരത്തെയും മനസ്സിനെയും ഗുരുവിന് സമർപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. നിങ്ങളിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, ഓർക്കുന്നുണ്ടോ അങ്ങന്നൊക്കെ പറയും. എന്നിട്ട് അനുഗ്രഹിക്കും, നിങ്ങളുടെ സർവ്വ ആഗ്രഹങ്ങളും സാധ്യമായിരിക്കട്ടെ, നിങ്ങൾ പഠിച്ച വേദം എന്നെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ, ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നൊക്കെ ഗുരു നമ്മളെ അനുഗ്രഹിച്ചു. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ഭഗവാനാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഭഗവാൻ പറയുന്ന എല്ലാം കേട്ട് കഴിയുമ്പോൾ കുചേലൻ പറയും, ഹേ കൃഷ്ണ, അങ്ങ് ഈ ഗുരുകുലത്തിൽ വന്ന് പഠിച്ചതും വിദ്യ അഭ്യസിച്ച വേദങ്ങൾ, അങ്ങയുടെ ശരീരം തന്നെ വേദസ്വരൂപമാണല്ലോ. സർവശേയസിന്റെയും നിധാനം അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് ഗുരുകുലത്തിൽ വന്ന് വേദാധ്യയനം നടത്തിയതെല്ലാം ലോകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ എന്നൊക്കെ കുചേലൻ പറയുവാണെന്ന് വെച്ചാൽ കുചേലൻ അറിയാം, കുചേലൻ ആത്മാരാമനാണ്. കുചേലന് നന്നായിട്ടറിയാം, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹം ചെയ്തവനാണ്, ഭഗവാനാണെന്ന് കുചേലനും അറിയാം. അപ്പൊ അങ്ങനെ കുചേലനോട് ആ ഒരു വിശേഷങ്ങളെല്ലാം കുചേലനും പറയും. അത് കഴിയുമ്പോഴാണ് പതുക്കെ ഭഗവാൻ നോക്കുമ്പോ കുചേലന്റെ മടിയില് ഒരു പൊതി ഇരിക്കുന്നു. ചാടി ആ പൊതി അങ്ങ് പിടിച്ചെടുക്കും. എന്നിട്ട് ഭഗവാൻ ചോദിക്കും, ഹേ ദ്വിജോത്തമ, അങ്ങ് എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്?
എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് പറയും, ഒരു ഭക്തൻ എൻ്റെ വീട്ടിൽ എന്ത് തന്നാലും, അത് മനസ്സോടെ എന്ത് തന്നാലും അതെനിക്ക് പ്രിയം തന്നെയാണ്. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ടല്ലോ ആ ഒരു ശ്ലോകം. അതേ ശ്ലോകം തന്നെ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഒരു ഭക്തൻ എനിക്ക് ഒരു പത്രം, പുഷ്പം, ഫലം, തോയം, പത്രം ഒരു ഇലയോ പുഷ്പം എന്ന് വെച്ചാൽ ഇത് ഫ്ലവറോ അല്ലെങ്കിൽ ഫലം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, തോയം എന്ന് വെച്ചാൽ ജലം, എന്ത് തന്നെ ഭക്തിയോമേ ഭക്തിയാ പ്രയച്ഛതി, ആരാണോ എനിക്ക് ഭക്തിയോടുകൂടി തരുന്നത്, തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ, അതാണ് എനിക്ക് ഏറ്റവും വലിയ ശ്രേയസ്. അപ്പം അതാണ്, അപ്പം ഭക്തിയോടുകൂടി എന്ത് തന്നെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്, ഭക്തൻ സമർപ്പിക്കുന്നത്. അപ്പം അങ്ങനെല്ലാം പറഞ്ഞ് അവൽ പൊതി അങ്ങോട്ട് തുറന്നു നോക്കും. തുറന്നു നോക്കുമ്പോൾ ചോദിക്കും, അങ്ങ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പിടി അവലെടുത്ത് വായിലിടും. വായിലിടുമ്പോൾ തന്നെ ഭയങ്കരം, അത് ചിന്തിക്കാൻ കൂടി വയ്യ. അങ്ങക്ക് അറിയാമായിരുന്നല്ലോ, എനിക്ക് നമ്മൾ ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് അവല് വലിയ ഇഷ്ടമാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ അല്ലേ, അതാണ് അങ്ങ് എനിക്ക് വന്നിരിക്കുന്നതെന്നും പറഞ്ഞു ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കും. ഈ ഒരു പിടി കൊണ്ട് തന്നെ എല്ലാ ഐശ്വര്യങ്ങളും കുചേലന് കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ പിടി എടുക്കാൻ ഭാവിക്കുമ്പോഴത്തേക്കും രുക്മിണി ദേവി തടയും. എന്നിട്ട് പറയും, കുചേലന് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം അങ്ങയുടെ ഈ ഒരു പിടിയിൽ തന്നെ എല്ലാം ആയെന്നും പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ, അപ്പം ഇത്രയും പറഞ്ഞ് ഭഗവാൻ സമീപത്ത് തന്നെ ഇരുന്ന് ഒരു കുശലാന്വേഷണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി കുചേലൻ സ്വർഗത്തിലാണോ എന്ന് പോലും തോന്നിച്ചു പോകും. അതുപോലെ കിടന്ന് കൃഷ്ണന്റെ സന്നിധിയിൽ കിടന്ന് കഴിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ കുചേലൻ സ്വഗൃഹത്തിലേക്ക് യാത്രയായി. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഒന്നും കൊടുത്തതുമില്ല, കുചേലനൊന്നും ചോദിച്ചതുമില്ല. പക്ഷെ കുചേലൻ ഒരു മനസ്സിലൊരിതാണ്, ഞാൻ ആ തുച്ഛമായ ധനത്തിന്റെ വേക്കിലാണല്ലോ ഞാൻ വന്നെന്നുള്ള ഒരു ലജ്ജ കുചേലന് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതോടെ കൂടി പതുക്കെ യാത്രയൊക്കെ ചോദിച്ച് തിരിച്ചു പോകും. കുചേലൻ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. അവിടെ ചെല്ലുമ്പം കുചേലൻ കാണുന്ന കാഴ്ച, കുചേലൻ വിചാരിച്ചോ ഞാൻ വഴി തെറ്റിപ്പോയോ എന്ന് വിചാരിക്കും. എന്താന്ന് വെച്ചാൽ അത്രയും വലിയ കൊട്ടാരവും വീടും പണിക്കാരും അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ട് കുചേലന് തന്നെ സംശയമായിപ്പോയി, ഞാൻ വഴി തെറ്റി വല്ലതും വന്നതാണോ എന്നുള്ള ഒരു ചിന്തയിലായി. ഇപ്പൊ അപ്പോഴത്തേക്ക് കുചേല പത്നിയൊക്കെ ഓടി വരും. എന്നിട്ട് അദ്ദേഹത്തെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് അപ്പം ഓർക്കും, ഒരു ഭക്തൻ ഭഗവാന്റെ അടുത്ത് യാചിക്കേണ്ട ആവശ്യമേ ഇല്ല, മനസ്സറിഞ്ഞാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ തൊട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആശയിച്ച് പറയാമായിരുന്നു, നമ്മൾ ചിലപ്പം പോയി ഭഗവാനെ ഒരു വഴുതനങ്ങ തരണേ എന്നായിരിക്കും പോയി ചോദിക്കുന്നത്. ഭഗവാൻ നമുക്ക് സാമ്പാർ വെക്കാനുള്ളത് തരാനിരിക്കുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്ത് യാചിക്കേണ്ട ആവശ്യമില്ല. ആ ഭഗവാൻ അറിയാം നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ ശരിയെന്നുള്ളത്, അതനുസരിച്ച് ഭഗവാൻ ചെയ്തോളും. നമ്മൾ ഭഗവാനെ ഭക്തിയോടുകൂടി ധനയിച്ച ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞാൽ മതി. എന്നിട്ട് കുചേലൻ ഭഗവാനോട് പ്രാർത്ഥിക്കും. ആ ഒരു ശ്ലോകം കൂടി ഭാഗവതത്തിലുണ്ട്. അത് 81-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രേ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാദ് മഹാനുഭാവേന ഗുണാലയേന വിസർജസത്തത് പുരുഷ പ്രസംഗം ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന സമർത്ഥയത്യജ അധീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാതം ധനിനാം മതോദ്ഭവം എന്ന് വെച്ചാൽ ഇത് അഭ്യർത്ഥനയാണ്, ഭഗവാനോടുള്ള അഭ്യർത്ഥനയാണ്. എനിക്ക് ഇനിയും ഇനിയും ജന്മങ്ങൾ ഉണ്ടായാൽ ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനായി തന്നെ കഴിയണേ. എനിക്ക് ഭക്തിയും സഖിത്വവും ദാസ്യാദികളും വർദ്ധിച്ച തോതിൽ ഉണ്ടായി വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭക്തിയും സഖിത്വം എന്നുവെച്ചാൽ സഖാവ്, അവരൊരുമിച്ച് വിദ്യ ചെയ്തയാൽ ആ ഒരു ഭാവവും അതുപോലെ തന്നെ ദാസ്യഭാവവും വർദ്ധിച്ച തോതിൽ ഉണ്ടായി വരണമെന്ന്
ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, സർവസമ്പത്തിന്റെയും ഈശനായ ഭഗവാൻ ഐശ്വര്യ ഗർവം അധപതനത്തിന് കാരണമായി തീരുമെന്ന് കരുതി അല്പമതികളായ സ്വഭക്തന്മാർക്ക് ധനം, രാജ്യം മുതലായവ ഒന്നും നൽകുകയില്ല. എന്താന്ന് വെച്ചാൽ, നമുക്ക് ഭഗവാൻ ഓരോന്നും തരുമ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആൾക്കാർ ഭയങ്കര സമ്പത്തിന്റെ പുറകിന് പോവുകയാണ്. ശ്രേയസ്, പ്രേയസ് രണ്ടെണ്ണം ഉണ്ട്. ശ്രേയസ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ നേടാൻ പ്രാർത്ഥിക്കേണ്ടത്. പ്രേയസ് തുച്ഛമായിട്ടുള്ള സുഖഭോഗങ്ങളാണ്, അത് താൽക്കാലികമാണ്. പക്ഷെ എല്ലാവരും ആ ഒരു പ്രേയസിന്റെ പുറയിലാണ് പോകുന്നത്, ശ്രേയസിന്റെ അല്ല. ശ്രേയസ് ആ ഭഗവാന്റെ അറിവ്. ആരാണ് ഭഗവാൻ? ആ ഭഗവാനെ ഭക്തിയോടുകൂടി മനസ്സോടുകൂടി പ്രാർത്ഥിച്ചും നമിച്ചും ആ കഥകളും കേട്ടും ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് ഓരോ വിഷമങ്ങളും ഇതെല്ലാം വരും. നമ്മളെ ക്ലീൻ ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുഃഖങ്ങൾ വരുന്നത്. സുഖത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഭഗവാനെ സ്മരിക്കത്തില്ല. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ശ്രീകുമാരേട്ടനൊക്കെ പറയാറുണ്ട്, ഭഗവാന്റെ അടുത്ത് പോയി സെല്യൂട്ട് അടിച്ചിട്ട് പോവും, അത്രയേ ഉള്ളൂ നോർമലി ആൾക്കാർ, അല്ലേ? അതല്ല, ആ ഭഗവാനല്ലേ നമുക്കെല്ലാം തരുന്നത്. ആ ഭഗവാന്റെ കഥകളും എല്ലാം വായിച്ചും ഒക്കെ തന്നെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് തന്നെ വേണം നമ്മൾ ജീവിച്ചു പോകേണ്ട വേഗിൽ. അപ്പൊ അങ്ങനെ പോയാലേ ഉള്ളു ഓരോ ജന്മങ്ങളിലും നമുക്ക് ഭഗവാന്റെ അടുത്ത്. ഇപ്പൊ തന്നെ ഒരു ചില കുട്ടികളെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ യൂട്യൂബ്സിലൊക്കെ, ഓരോ കുട്ടികള് വളരെ ആ ഒരു ഈശ്വര ഇതി വരുന്നത്. അതെന്താ? അവരുടെ മുജ്ജന്മത്തിൽ അവർ എവിടെയാണോ നിന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ജന്മം. മനസ്സിലായില്ല? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന പണം, പ്രശസ്തി, നമ്മുടെ യശസ്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരങ്ങൾ എല്ലാം അത് ഈ ജന്മത്തിലേക്കേ ഉള്ളു. ഇതൊന്നും നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നില്ല. നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവത് സ്മരണയോടുകൂടിയാണ് ഓരോ ജന്മങ്ങളും പോകേണ്ടത്. ആ ഒരു അവസാനം തന്നെ ഭഗവാനെ വിളിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ ഒരു ജന്മം തന്നെ ഇല്ല. അപ്പം അതേ ഉള്ളു നമ്മുടെ ആ ഒരു ജീവാത്മാവ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ വേണം പോകാൻ. അപ്പൊ നമ്മൾ ശ്രേയസിന്റെ വേക്കിലും പരിശ്രമിക്കണം, പ്രേയസും വേണം. പക്ഷെ ശ്രേയസിനാണ് നമ്മൾ കൂടുതലും മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 18 പടി നമ്മൾ പറയും അയ്യപ്പസ്വാമിയുടെ, അല്ലെ? ആ 18 പടി നമ്മൾ ദുഃഖങ്ങൾ വന്നു പോകുന്നു എന്ന് വെച്ചാൽ നമ്മളെ ഭഗവാൻ ക്ലീൻ ചെയ്യുവാണ്, കർമ്മവിമുക്തനാക്കിയാണ് ചെയ്യുന്നത്. നല്ല ശുദ്ധിയാകാതെ ഭഗവാനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ആ ദുഃഖങ്ങൾ അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും ദുഃഖം ഒരു വിഷമം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ചില ആൾക്കാർ വേണ്ടാദിനങ്ങൾ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരിക്കലും അല്ല. ആ ദുഃഖം നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ ഒരു കഥ തന്നെ ഉണ്ട്. ഭഗവാനും അർജുനനും കൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദാഹിക്കുമ്പം ഒരു എന്താ പറയുന്ന ഒരു വലിയ പണക്കാരന്റെ വീട് വരും. അപ്പൊ അവരവിടെ കയറി ചോദിക്കും, കുറച്ച് ജലം തരണം കുടിക്കാൻ, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. അപ്പൊ അയാൾ പറയും ഇവിടെ വെള്ളമൊന്നുമില്ല, പോവാൻ പറയും. അങ്ങനെ അവരെ നടന്ന് കുറെ കഴിയുമ്പോൾ കാണാം അവിടെ ഒരു കുടില് ഒരമ്മയുണ്ട്. ആ അമ്മയോട് പറയാം, അമ്മ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, കുറച്ച് ജലം തരണം കുടിക്കാൻ. ഈ അമ്മ പോയി ചൂട് പാലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. ഭയങ്കര സന്തോഷത്തിൽ ഇവർ കുടിച്ച് മുന്നോട്ട് പോകും. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിക്കേ, കൃഷ്ണ, ആ ആള് നമുക്ക് വെള്ളം ചോദിച്ചിട്ട് വെള്ളം പോലും തന്നില്ല. ഈ അമ്മയാണെങ്കിൽ നോക്ക്, നമ്മൾ വെള്ളം ചോദിച്ചു, പക്ഷെ അമ്മ ചൂട് പാലല്ലേ തന്നെ, നീ അമ്മയ്ക്ക് എന്ത് അനുഗ്രഹം കൊടുത്തേന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയേ, അതെ, ആ അമ്മയുടെ പശു ചത്തുപോട്ടെ എന്ന് പറയും. അപ്പൊ ചോദിക്കും, അതെന്താ കൃഷ്ണ? അപ്പൊ ആ പണക്കാരനോ? അയാൾ ഇനിയും പണക്കാരനായിക്കോട്ടെ എന്ന് പറയും. അപ്പൊ പണക്കാരനായിക്കോട്ടെ എന്ന് അനുഭവം ഭഗവാനെ സ്മരിച്ചല്ല ജീവിക്കുന്നത്. അപ്പൊ ഈ സുഖലോഭങ്ങളിൽ ജനന മരണം ഇങ്ങനെ കിടക്കും. പുനരപ്പി ജനനം പുനരപ്പി മരണം എന്ന് പറഞ്ഞ് ഭജഗോവിന്ദത്തിൽ പറയുന്നില്ല, അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. മറിച്ച് ഈ അമ്മ എന്നിട്ട് പറയും, ഈ പശു, അമ്മയുടെ അടുത്തൊരു പശു ഉണ്ടല്ലോ, ഈ പശു ഈ അമ്മയ്ക്ക് എന്നിലേക്ക് വരാന് തടസ്സമാണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ പശു ഉള്ളതുകൊണ്ട് ആ പശുവിനെ കുളിപ്പിച്ച് പശുവിന് തീറ്റയൊക്കെ കൊടുത്തി പുല്ലും പറിച്ച് അമ്മ അതിൽ ലയിച്ചങ്ങ് പോവുകയാണ്. പക്ഷെ ആ പശുവില്ലാതെ വരുമ്പോ തനിക്ക് ദാനമില്ലെന്നുള്ള ഒരു അവസ്ഥ വരികയും ആ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ജീവിതത്തിൽ വരുന്ന ഓരോ ദുഃഖങ്ങളും തപസ്സാക്കി മാറ്റി
ആ ഭഗവത് സ്മരണ കഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ ഭഗവാൻ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്നിട്ട് ഈ അധ്യായം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ആഗ്രഹപൂർത്തീകരണമാണ്, അല്ലാതെ വെറുതെ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്താൽ നമുക്കും തിരിച്ച് അവർ തരും അല്ലേ. അതുപോലെ തന്നെ ഏതൊരു കാര്യമായാലും നമുക്ക് തിരിച്ച് തിരുവല്ലൂർ പറയും, ഗിവിങ് ടു എ പൂർ ഇസ് എ ഗിഫ്റ്റ്, ഓൾ അതേഴ്സ് ആർ എക്സ്ചേഞ്ച് എന്ന് പറയും അല്ലേ. പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഉപഹാരം എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ച് നമുക്ക് തരാൻ പറ്റില്ല, ബാക്കിയെല്ലാം എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഒരാൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അല്ലെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ തിരിച്ച് അവരും നമുക്ക് കൊണ്ടുതരും. മറിച്ച് ഒരു പാവങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് നമുക്ക് തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് ശരിക്കുള്ള ഉപഹാരം എന്ന് പറയുന്നത്. അല്ലാത്തൊക്കെ എക്സ്ചേഞ്ച് ആണ്, കൊടുക്കൽ വാങ്ങൽ അത്രയേ ഉള്ളെന്നാണ് പറയുന്നത്. അത് തിരുവല്ലൂർ തമിഴിലെ കവിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോന്നും പ്രതീക്ഷിച്ച ഭഗവതി സേവ ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ അല്ലെ. ഗണപതി സേവ നടത്തുന്നത് ഈ പറഞ്ഞോട്ട് തടസ്സങ്ങളെല്ലാം മാറുന്നത്. അതുപോലെ തന്നെ ഈ കുചേലന്റെ കഥകൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, അത് ശ്രവിക്കുവാണെങ്കിൽ ഭഗവത് ഭക്തിയും അതുവഴി സർവബന്ധമുക്തിയും സിദ്ധിക്കുമെന്നാണ് ഭാഗവതം പറയുന്നത്. ഭഗവത് ഭക്തിയും വരും. ആ ഭക്തി വന്ന് ഭഗവാന്റെ കഥകൾ കേട്ട് ആ ഒരു മനസ്സങ്ങനെ ആവുമ്പോ എന്താണ്, എല്ലാ ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയും സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കുചേല വൃത്താന്തം. ശരിക്കും കുചേല വൃത്താന്തം, കുചേലൻ മനസ്സിലായല്ലോ എല്ലാവർക്കും. കുചേലൻ എന്ന് വെച്ചാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ. അപ്പൊ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ആ ഒരു അധ്യായത്തിന് പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുമാതിരി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.